അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ് താമസ സൗകര്യമുള്ള ഒരു വീട് ഉണ്ടാകണമെന്നുള്ളത്. എത്രയോ ആളുകൾ എപ്പോഴും ദുആ ചെയ്യാൻ വേണ്ടി പറയുന്നതും അതിനുവേണ്ടി പ്രയത്നിക്കുന്നതും ഒക്കെയാണ്. പലപ്പോഴും വാടക വീടുകളിലും തറവാട് വീടുകളിൽ പല കുടുംബങ്ങളും ഒരുമിച്ച് കഴിയുക, അതിലൂടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം സഹിച്ചും ക്ഷമിച്ചും കൊണ്ട് കഴിയുന്ന എത്രയോ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളുണ്ട്. അള്ളാഹു നമുക്കെല്ലാവർക്കും, ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ എല്ലാവർക്കും പ്രത്യേകിച്ചും പെട്ടെന്ന് തന്നെ അതിനുള്ള സൗകര്യം അള്ളാഹു ഒരുക്കി തരട്ടെ. സന്തോഷകരമായി സ്വന്തമായൊരു വീടിൽ ജീവിക്കാനുള്ള എല്ലാ വാതിലുകളും അള്ളാഹു നമുക്ക് തുറന്നു നൽകട്ടെ. ആമീൻ. പല രൂപത്തിലുള്ള തടസ്സങ്ങൾ നമുക്കൊരു വീട് വെക്കാൻ, ഒരു സ്ഥലം ലഭിക്കാൻ ഒക്കെ ഉണ്ടാകും. സാമ്പത്തികമായി എത്ര ഉണ്ടാക്കിയാലും അങ്ങോട്ട് എത്താനുള്ള പ്രയാസങ്ങൾ, ഇനി വീട് പണി തുടങ്ങിയാൽ തന്നെ അത് പൂർത്തീകരിക്കാൻ കഴിയാതിരിക്കുക, കാശുണ്ട് പക്ഷെ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല, പല രൂപത്തിലുള്ള തടസ്സങ്ങൾ വന്ന് വീട് പണി മുടങ്ങിക്കിടക്കുകയാണ്. ഇങ്ങനെ പല രൂപത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകും. അതെല്ലാം ഒഴിവായി കിട്ടുന്നതിന് വേണ്ടി മഹാന്മാരായ പണ്ഡിതന്മാർ, ആത്മീയ പണ്ഡിതന്മാർ പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ഉസ്താദുമാരിലൂടെ, പൂർവികരായ മഹാന്മാരിലൂടെ കൈമാറി വന്ന ചില കാര്യങ്ങളും കൂടി ആ വിഷയത്തിൽ കാണാൻ കഴിയും. സൂറത്തു സിൽസാൽ വിശുദ്ധ ഖുർആനിലെ ചെറിയ സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വ അഖ്റജത്തിൽ അർളു അസ്ഖാലഹാ എന്ന സൂറത്ത്. ഹദീസിൽ നമുക്ക് കാണാം, ഖുർആനിന്റെ പകുതിയാണ് ആ സൂറത്ത്. ഒരു പ്രാവശ്യം പാരായണം ചെയ്താൽ ഖുർആൻ പകുതി പാരായണം ചെയ്ത പ്രതിഫലം ലഭിക്കും എന്നുവരെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അത്രയും പവിത്രതയുള്ള ആ സൂറത്ത് വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വെച്ച് 40 പ്രാവശ്യം പാരായണം ചെയ്തുകൊണ്ട് വീടിന് വേണ്ടി ദുആ ചെയ്താൽ പെട്ടെന്ന് അത് ശരിയാകുമെന്ന് മഹാന്മാർ പറയുന്നു. അതോടുകൂടെ തന്നെ നമ്മുടെ പൂർവികരായ മഹാന്മാർ ഉപദേശിച്ചിരുന്ന ഒരു കാര്യം, വീട് പണി നടക്കുന്നതിന് വേണ്ടിയും സ്ഥലം ലഭിക്കുന്നതിന് വേണ്ടിയും ഒക്കെ നിയ്യത്താക്കിയിട്ട് 4444 സ്വലാത്തുൻ നാരിയ, സ്വലാത്തുൻ നാരിയയുടെ വിശേഷണം, അതിന്റെ പവിത്രത, ഫലങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്. നിഷേധിക്കുന്നവർ എല്ലാ നന്മകളെയും നിഷേധിക്കുന്നവർ ഇതിനെയും നിഷേധിക്കും. അങ്ങനത്തെവരുണ്ട്, അവരെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ല. നമ്മൾ സ്വലാത്തിന്റെ പവിത്രതയും മറ്റും വിശ്വസിക്കുന്നവരോടാണ് സംസാരിക്കുന്നത്. ആ 4444 സ്വലാത്ത് ഈ വിഷയം നിയ്യത്താക്കിക്കൊണ്ട് ചൊല്ലുകയാണെങ്കിൽ, അത് നമുക്ക് സ്വയം ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടി വീട്ടിലുള്ള എല്ലാവരും വീതിച്ചെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സദസ്സ് സംഘടിപ്പിച്ച് അവരെ കൊണ്ട് ചൊല്ലിപ്പിക്കുക, അങ്ങനെ ഏതു രൂപത്തിലും ചൊല്ലാം. ഈ നിയ്യത്തിൽ നമ്മൾ അത് ചൊല്ലുകയാണെങ്കിൽ സംശയിക്കേണ്ട, അതിന്റെ ഫലം നമുക്ക് കാണാൻ കഴിയും. അതോടുകൂടെ തന്നെ മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം, യാ ജാമിഉ യാ അല്ലാഹ് എന്ന അസ്മാഉൽ ഹുസ്നയിലെ, അള്ളാഹുവിന്റെ വിശുദ്ധ നാമങ്ങളിലെ ഒരു ഇസ്മാണത്. എല്ലാ നന്മകളും ഒരുമിച്ച് കൂട്ടി തരുന്നവനെ എന്നാണ് അതിന്റെ അർത്ഥം. നമുക്ക് ഒരു സൗകര്യമുള്ള വീട് വേണം, ഒരു വാഹനം വേണം, അതുപോലെ നമുക്ക് ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വേണം. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് നന്മകൾ വേണം. അതാണല്ലോ നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന എന്ന്. അതുകൊണ്ട് അതെല്ലാം നമുക്ക് വേണം. ആ നന്മകളൊക്കെ നമ്മിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി നമ്മെ സഹായിക്കുന്ന ഒരു ഇസ്മാണ് യാ ജാമിഉ യാ അല്ലാഹ് എന്ന ഇസ്മ. ഈ യാ ജാമിഉ യാ അല്ലാഹ് എന്ന ഇസ്മ ഒരു ദിവസം 114 പ്രാവശ്യം, ഏറ്റവും നല്ലത് സുബഹി നിസ്കരിച്ചതിന് ശേഷമാണ്, 114 പ്രാവശ്യം നമ്മൾ നല്ല നിയ്യത്തോടുകൂടെ, ഹൃദയശുദ്ധിയോടുകൂടെ, മറ്റു ചിന്തകളില്ലാതെ ഈ ഒരൊറ്റ നിയ്യത്ത് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ, ഏറി വന്നാൽ 2 മിനിറ്റേ അതിനാവുകയുള്ളൂ, അത് ആ നിയ്യത്തിൽ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ സന്തോഷത്തോടുകൂടെ നമുക്ക് ആ കാര്യം സാധിക്കും. അതിൽ സംശയത്തോടുകൂടെ നമ്മൾ ചെയ്യരുത്, നല്ല ഉറച്ച യഖീനോടുകൂടെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു ഇൻഷാ അള്ളാഹ് അതിന്റെ ഫലം കാണിച്ചു തരും. എത്രയോ അനുഭവസ്ഥരുണ്ട് എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്ത് ഇൻഷാ അള്ളാഹ് നമുക്കും സന്തോഷകരമായിട്ടൊരു വീട് ഉണ്ടാകണം. അതിനുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങണം. നമുക്കെല്ലാവർക്കും അതിനുവേണ്ടി
വീടില്ലാത്ത എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. അള്ളാഹു വീടില്ലാത്ത എല്ലാവർക്കും സന്തോഷത്തോടുകൂടെ സൗകര്യമുള്ള വീട് എളുപ്പമാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.